ചില ആളുകൾ നാളെ രാവിലെ നേരം വെളുക്കുന്ന വൈകുന്നേരമാകുമ്പോഴേക്കും അവരുടെ നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അൽഹദുല്ലദീ ബൈനനാ وبينهم الصلاة الأحد الذي بيننا وبينهم الصلاة من تركها فقد كفر പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമല്ലേ? നിസ്കാരമില്ലാത്തവൻ എന്ത് മുസ്ലിമാണ്? നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് ചെയ്യാത്തവൻ ഫഖദ് കഫറ, അവൻ കാഫിറാണ്. ഹംബലി മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് വലിയ അത്ഭുതമാണ്. അവർ പറഞ്ഞു കുഫർ എന്ന് പറഞ്ഞാൽ കുഫർ തന്നെ. അവനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. ലാ യുസവ്വജു, അവനൊരു പെൺകുട്ടിയെ മുസ്ലിം കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുപ്പിക്കാൻ പാടില്ല. വലാ യുഗ്സലു വലാ യുദ്ഫനു ഫീ മഖാബിറിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മഖബറയിൽ അവനെ മറവ് ചെയ്യാനും പോലും പാടില്ല എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. വജമാഅത്തുൻ മിന ശാഫിഇയ്യ, ശാഫിഈ മദ്ഹബിലെ ചില ആലിമീങ്ങളും നമ്മുടെ മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായത്തിൽ അവൻ ജഹദ് നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, സംസ്കരിക്കാത്തവൻ കാഫിർ എന്ന് നമ്മുടെ മദ്ഹബിൽ പറയില്ല. ബാക്കി മദ്ഹബുകളൊക്കെയും ഈ ഹദീസ് വെച്ച് കണിശമായ നിലപാടുകളാണ്. അപ്പൊ നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കി. രാവിലെ ദുഹർ ഖളാ, അസ്ർ ഖളാ, മഗ്രിബ് ഖളാ, പിന്നെ ഇശാന്റെ കൂടെ ഒരുമിച്ച് തറാവീഹ് നിസ്കരിക്കണ പോലെ നിസ്കരിക്കാൻ റൂം പോയിട്ട് എന്താ കൊണ്ട് കാര്യം കിതാബം മൗഖൂത, നിസ്കാരങ്ങളൊക്കെ ടൈം പ്രിസ്ക്രൈബ്ഡ് ആണ്. അതാ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണം. എന്തിനാണെന്നറിയോ? ഓരോ ചെക്ക് പോസ്റ്റിൽ പഞ്ചിങ് ഉണ്ടല്ലോ, ആ പഞ്ച് ചെയ്യുന്ന പോലെ ഓരോരോ നേരം അല്ലാഹുമായുള്ള കണക്ഷനായി കഴിഞ്ഞാൽ ഈ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം സെക്യൂർഡാണ്. അത് വളരെ സെക്യൂർഡാണ്. പിന്നെ അപ്പോഴേക്കും അടുത്ത നിസ്കാരായി അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് പറയും, അല്ലാഹുവേ എന്റെ ജീവിതം നിനക്കാ റബ്ബേ, ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും അടക്കവും നിനക്കാണ് റബ്ബേ. എഴുന്നേറ്റു. അടുത്ത നിസ്കാരത്തിന് ഇടയിലുള്ള ആ ഓട്ടത്തിൽ പിന്നെ തെറ്റ് ചെയ്യാൻ അവന് കഴിയില്ല. അപ്പൊ നിസ്കരിക്കുകയാണ്, കള്ളുടിക്കാതെ ഉറക്കം വരില്ല. എന്താ ആൾക്കാരുണ്ടാവും. നിസ്കരിക്കുകയാണ്, എല്ലാ തോന്നിവാസം ചെയ്ത് നിസ്കരിക്കുകയാണ്, പലിശ ഏർപ്പാടാണ്. അങ്ങനെയൊക്കെ വന്നതിന് അർത്ഥം എന്താണെന്നറിയോ? അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഉറപ്പായ അടയാളമാണ്. ഒരുപാട് നിസ്കാരമൊക്കെ റെഡിയാണ്, പക്ഷേ എല്ലാ തോന്നിവാസം കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ കേൾക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എല്ലാ തിന്മയിൽ നിന്നും നിങ്ങളെ വിരോധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം അങ്ങനെയാണെന്നാണ്. അപ്പൊ നമുക്ക് നിസ്കാരമുണ്ട്, എന്നാൽ ഇവര് തോന്നിവാസം കാണാൻ പാടില്ലാത്തത് കാണണം, പറയാൻ പാടില്ലാത്തത് പറയണം. അങ്ങനെയൊക്കെ മനസ്സുണ്ടെങ്കിൽ അർത്ഥം നമ്മുടെ നിസ്കാരം ശരിയായിട്ടില്ല എന്നെ അർത്ഥം. നിസ്കാരം ശരിയായിട്ടില്ല. നിസ്കാരം ശരിയായാൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവൻ അത് സഹായിച്ചു. അത് ഉറപ്പാണ്. നിസ്കാരം കൊണ്ട് അവന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നു. വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരമായിട്ടില്ല. അപ്പൊ നമ്മളൊരു റീതിങ്കിങ്ങിന്റെ സമയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ ഖബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. كان رسول الله صلى الله عليه وسلم في خدمة أهله, നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരായിരുന്നു. യഖ്സിഫുന അലഹു, അവിടുത്തെ ചെരുപ്പ് നബി തങ്ങൾ നന്നാക്കുമായിരുന്നു. വയഅജിനുൽ അജീന അഹ്യാന, നബി തങ്ങൾ ചിലപ്പോൾ മാവ് കുഴച്ചു കൊടുക്കുന്നവരാണ്. അതൊക്കെയാണ്. പക്ഷെ എന്താ വിഷയം എന്നറിയോ? അല്ലാഹു അക്ബർ വീട്ടുകാരുടെ കൂടെയാണ്. അവരോട് തമാശ പറയും. അവരിൽ ഒരാളായിട്ട് നിൽക്കുന്ന വിധങ്ങൾ. പക്ഷേ അല്ലാഹു അക്ബർ വാങ്ക് വിളി കേട്ടാൽ കഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫു, നബി തങ്ങൾ ഞങ്ങളെയും അറിയില്ല, ഞങ്ങൾക്ക് നബിയെയും അറിയില്ല. നബി തങ്ങൾ ഖറജ ഇല സ്വലാഹ്, നിസ്കാരത്തിന് പുറപ്പെടും. അങ്ങനെയായിരുന്നു നബി തങ്ങളെന്ന് അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അലൈഹിൻ അജ്മഈൻ അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു തരാം. നിസ്കാരത്തിന് നേരായ പിന്നെ നമ്മൾ ജോലി തിരക്കിനിടെ നിസ്കരിക്കാൻ പറ്റില്ല, എന്ത് എക്സ്ക്യൂസ് അല്ലാഹുവിന്റെ അടുത്തൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാ. എങ്ങനെ നമ്മൾ പറയാം? ലോകത്ത് എവിടെ ജീവിച്ചാലും എന്താ വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യാൻ പറ്റൂലേ? എല്ലാ മൊബൈൽ ഫോണിലും ഒരു ഖിബിലന്റെ ആപ്പെങ്കിലും കിട്ടൂലേ? ഖിബില തിരിയില്ലെങ്കിൽ എന്ത് എക്സ്ക്യൂസ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരു എക്സ്ക്യൂസും ഇല്ല.
രാവിലെ എഴുന്നേറ്റ് പോയി ശരീരം വിൽക്കുകയും നിസ്കാരം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് വീഴ്ത്തുകയും നിസ്കാരം കൃത്യമായി നിർവഹിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെ രാവിലെ പുറപ്പെടുന്നവരാണ്. വൈകുന്നേരമാകുമ്പോൾ രണ്ട് റിസൾട്ടാണ് ഉണ്ടാവുക. ചിലർ ശരീരം മോചിപ്പിച്ച് കാണും, ചിലർ ശരീരം നരകത്തിലേക്ക് കൊടുത്തു കാണും. ഇതിൽ നിങ്ങൾ ഏതിൽപ്പെട്ടതാണ്? ഇതാണ് നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം. നമ്മൾ ഏതിലാണ്? അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹുവിനാണ് ഒരൊറ്റ ദിവസം 8 മക്കൾ നഷ്ടമായത്. ഒരൊറ്റ ദിവസം അന്ന് പ്ലാഗ് രോഗം പിടിപെട്ട് സ്വന്തം മക്കളിൽ 8 പേരും അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹു 8 മക്കളും ഒരു ദിവസം മരിച്ചുപോയ വാപ്പയാണ് അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹു. ഒറ്റ വാക്കാ പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ. തരുന്നത് അല്ലാഹുവിനാ, കൊണ്ടുപോകുന്നതും അല്ലാഹുവിനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ പറയാൻ കഴിയും, വലിയ വിഷയമാണ്. എന്തുകൊണ്ട് ഖൽബിലേക്ക് അല്ലാഹുവിനെ സ്വീകരിക്കുമ്പോൾ വിഷയങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് ഉറച്ച ഈമാൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.